യെസ്, സ്കൂളുകളിലും മതപരിവർത്തനമോ? മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഹിന്ദു കുട്ടികളെ മതപരിവർത്തനം ചെയ്യാൻ തുനിയുന്ന ചില വാർത്തകളാണ് നമ്മൾ ഈ നിമിഷം പുറത്തു കൊണ്ടുവരുന്നത്. എന്തായാലും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. സ്കൂളുകളിൽ മതപരിവർത്തനം നടക്കുന്നുവെന്ന നിർണായക വാർത്തയാണ് ജനം TV പുറത്തുവിടുന്നത്. ഹിന്ദു കുട്ടികളെ മതം മാറ്റാൻ അൽ ഫലാഹ് സ്കൂളുകൾ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഹിന്ദു വിദ്യാർത്ഥി നബിയെ പുകഴ്ത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച മലപ്പുറത്തെ അൽ ഫലാഹ് സ്കൂൾ മുഹമ്മദിന്റെ പാത പിന്തുടരാനാണ് ഈ ഹിന്ദു വിദ്യാർത്ഥി ആഹ്വാനം ചെയ്യുന്നത്. മലപ്പുറം കക്കിടിപ്പുറം അൽ ഫലാഹ് AMM ഇംഗ്ലീഷ് സ്കൂളിലാണ് ഈ സംഭവം. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വളരെ ആശങ്കാജനകമാണ്. എന്തായാലും ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഒരു മത തീവ്രവാദത്തിലുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ഈ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്ന് അറിയുന്നത് തന്നെ ആശങ്കാജനകമാണ്. ശാലിനി, ശരി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഈ ചെങ്കോട്ടയിലെ സ്ഫോടനം നടന്നതിന് ശേഷമാണ് അൽഫലാഖ് യൂണിവേഴ്സിറ്റികളെ പറ്റിയും അൽഫലാഖ് സ്കൂളുകളെ പറ്റിയിട്ടുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്ന, അവിടുത്തെ ഡോക്ടേഴ്സ് ആയിരുന്ന പല ആളുകളും ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്, ഒപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്കും ഈ പരിശോധന വ്യാപിപ്പിച്ചത്. ഒപ്പം തന്നെ വ്യക്തിവിവരങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് നമുക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലും ഇത്തരത്തിൽ ചില സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെയും സമാനമായ രീതിയിലുള്ള ചില പ്രവണതകൾ നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നബിദിന ആഘോഷ ചടങ്ങുമായി ബന്ധപ്പെട്ട ചില വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സമൂഹ മാധ്യമങ്ങളിൽ ഓടിയിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ പറയുന്നത്, പങ്കുവെക്കുന്നത്, അതായത് ഒരു സ്കൂളാണ്, സ്കൂളിനുള്ളിൽ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്, ചിട്ടവട്ടങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഒരു ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന്, ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അൽ ഫലാഖ് AMM ഇംഗ്ലീഷ് സ്കൂൾ കക്കടിപ്പുറം മലപ്പുറം ആ ജില്ലയിൽ നബിദിന ആഘോഷങ്ങൾ വലിയ രീതിയിൽ നടത്തിയിരുന്നു. ആ നബിദിന ആഘോഷ ചടങ്ങിലാണ് ഇത്തരത്തിൽ നബിയെ പ്രശംസിക്കുന്ന, നബിയാണ് എല്ലായിടത്തും ശരി, നബിയാണ് എല്ലാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ദ്രോഹിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം അവിടെ നടത്തിയത്. ആ ഒരു പ്രസംഗത്തിൽ നിന്നും കൃത്യമായി അവിടെ സ്പൂൺ ഫീഡ് ചെയ്ത് കുട്ടികളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീകര പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ചുക്കാൻ പിടിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ആ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള ആശങ്കാജനകമായ കാര്യങ്ങളാണ് പല ആളുകളും ഇപ്പോൾ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് മതപരിവർത്തനം എന്നുള്ളത് ഒരു കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പിന്നീട് അത് പല രീതിയിലും പോയി, പിന്നീട് അത് സൈലൻ്റായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴും അത് പല മേഖലകളിലും സൈലൻ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് മലപ്പുറത്തെ ഈ കക്കടിപ്പുറത്തെ AMM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അൽ ഫലാഖ് സ്കൂളിൽ അത്തരത്തിലുള്ള മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ എന്നുള്ളതിൽ. ഏതായാലും ഏതെങ്കിലും സ്കൂളുകളിൽ വേദപഠനം നടത്തിയാൽ അത് ഭയങ്കര വിവാദമാക്കുന്ന സർക്കാർ ഇക്കാര്യത്തിൽ എന്തേ കണ്ണടയ്ക്കുന്നത്? അത് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്നത് അശ്വതി. കാരണം വേദപഠനങ്ങൾ, സംസ്കൃത വിദ്യാഭ്യാസം, ഒപ്പം തന്നെ ഹൈന്ദവ ആരാധനാലയങ്ങൾ, ഹൈന്ദവ ആചാരങ്ങളെ പറ്റിയിട്ടൊക്കെ പാഠപുസ്തകത്തിൽ പറഞ്ഞാലോ, അല്ലെങ്കിൽ അല്ലാതെ ഒരു ക്ലാസ് എടുത്താലോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ആഘോഷങ്ങൾ നടത്തിയാലോ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇടത് സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേർക്കാഴ്ചയായി അവർ മുന്നിൽ കാണുമ്പോൾ അതിനോട് കാര്യമായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആശങ്കയോടുകൂടി തന്നെയാണ് മാതാപിതാക്കൾ ഇത്തരം സംഭവങ്ങളെ കാണുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്, പുറത്തറിഞ്ഞൊരു സംഭവം മാത്രമാണ്. പക്ഷേ ഇത്തരത്തിൽ സൈലന്റായി മതപരിവർത്തനം നടത്തുന്ന പല സ്കൂളുകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്.